മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 61-ാമത്തെ ദശകത്തിൽ 3-4 ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3-ാമത്തെ ശ്ലോകം. ഗതേഷ്വഥോ തേഷ്വഭിധായ തേഭിധം കുമാരകേഷ്വോദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിരാ അപ്യഭിനിന്യുരശ്രുതിം നകിഞ്ചിദൂചുശ്ച മഹീസുരോത്തമാ. വനാന്തരത്തിൽ ഉള്ളതായിട്ടുള്ള കാലികളെ മേച്ചുകൊണ്ട് ഭഗവാനും കുട്ടികളും കൂട്ടുകാരും കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് ദാഹം സഹിക്കുക വയ്യാതെ കണ്ടായി. അപ്പോൾ സമീപത്തുള്ളതായിട്ടുള്ള യാഗം ചെയ്യണതായിട്ടുള്ള ബ്രാഹ്മണരോട് ചെന്ന് ചോദിക്കാനായിട്ട് ഭഗവാൻ കൂട്ടുകാരോട് പറഞ്ഞു. അപ്പോൾ ഗതേഷു അഥ തേഷു, അഥ അനന്തരം, അഥ അഥോ രണ്ടും അനന്തരം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. അനന്തരം തേഷു ഗതേഷു, അവർ പോയപ്പോൾ, സതിസപ്തമിയുടെ പ്രയോഗമാണ്. തേഷു ഗതേഷു, അവർ പോയപ്പോൾ, തേ അഭിധാം അഭിധായ, അങ്ങയുടെ പേര് പറഞ്ഞിട്ട്, അങ്ങയുടെ പേര് പറഞ്ഞ് ചോദിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കൃഷ്ണൻ്റെ പേര് പറഞ്ഞ്, കൃഷ്ണൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. അപ്പം അതുമാതിരി തേ അഭിധാം അഭിധായ, അങ്ങയുടെ പേര് പേര് അഭിധായ പറഞ്ഞിട്ട്, അങ്ങയുടെ പേര് പറഞ്ഞിട്ട് അവർ പോയി. എന്നിട്ട് പോയി എന്ന് മാത്രമല്ല, ഇവർ പോയിട്ട് അങ്ങയുടെ പേര് പറഞ്ഞ് കുമാരകേഷു ഓദനയാചിഷു, കുമാരകന്മാർ ഓദനത്തെ ചോദിച്ചപ്പോൾ, ഓദനം ചോറ്, ഭക്ഷണം, ആ ഭക്ഷണം ചോദിച്ചു കുട്ടികൾ. അപ്പോൾ പ്രഭോ, ശക്തനായിട്ടുള്ള സർവശക്തനായിട്ടുള്ള അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പേര് പറഞ്ഞിട്ട് ആ കുട്ടികൾ ചോറ് ചോദിച്ചപ്പോൾ, പക്ഷേ ആ ബ്രാഹ്മണരെന്തേ ഉണ്ടായത്? ശ്രുതിസ്ഥിരാഹ അഭി, ശ്രുതിയിൽ സ്ഥിരന്മാരായിരുന്നു എങ്കിലും, വേദത്തിൽ സ്ഥിരന്മാരായിരുന്നു എങ്കിലും, ശ്രുതി എന്ന് പറഞ്ഞാൽ അവിടെ വേദങ്ങൾ, വേദങ്ങളിൽ സ്ഥിരരായിരുന്നു എങ്കിലും, വേദാഭ്യാസമൊക്കെ ചെയ്തിട്ടുണ്ട്, വേദങ്ങളൊക്കെ നല്ലപോലെ അഭ്യസിച്ചിട്ടുണ്ട് എങ്കിലും അശ്രുതിം അഭിനന്യുഹു, അശ്രുതിയെ അഭിനയിച്ചു. എന്തിനെ? അശ്രുതി, കേൾക്കാത്തതായിട്ട്. അവിടെ ശ്രുതി എന്നുള്ളതിന് കേൾവി എന്നുള്ളതാണ്. അപ്പോൾ കേൾവി ഇല്ലാത്തതായിട്ട്, അതായത് കേൾക്കാത്തതായിട്ട് അവർ ചോദിച്ചു എങ്കിലും അതൊന്നും കേട്ട ഭാവം ഇവർ നടിച്ചില്ല എന്നാണ്. കേൾക്കാത്തതായിട്ട് അവർ അഭിനയിച്ചു എന്ന് മാത്രമല്ല, നകിഞ്ചിത് ഊജുഹൂച്ച, ഒന്നും തന്നെ പറയുകയും ഉണ്ടായില്ല. അവർ മറുപടി ഒന്നും പറഞ്ഞില്ല. കേട്ടാലല്ലേ മറുപടി പറയണ്ടു, അവർ മറുപടി പറഞ്ഞില്ല, ഒന്നും മിണ്ടാണ്ടിരുന്നു എന്നാണ്. നകിഞ്ചിത് ഊജുശ്ച മഹീസുരോത്തമാഹ, മഹീസുരന്മാരിൽ ഉത്തമന്മാരാണെന്നൊക്കെയാണ് വെപ്പ്. ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരാണ്, വേദാഭ്യാസമൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ അവർ ശ്രുതി ഇല്ലാത്തതായിട്ട് അഭിനയിച്ചു, കേൾക്കാത്തതായിട്ട് അഭിനയിച്ചു എന്നാണ്. അതായത് അവിടെ ശ്രുതി എന്നുള്ളതിന് രണ്ടർത്ഥം പ്രയോഗിച്ചിരിക്കുകയാണ്. ഒന്ന് ശ്രുതിസ്ഥിരന്മാർ എന്നുള്ള, വേദത്തിൽ സ്ഥിരതയുള്ളവർ, വേദാഭ്യാസമൊക്കെ നല്ലപോലെ ചെയ്തിട്ടുള്ളവർ. അശ്രുതി എന്നുള്ള, അശ്രുതിയും അഭിനന്യുഹു എന്നുള്ളോർത്ത് ശ്രുതി എന്നുള്ളതിനർത്ഥം കേൾവി എന്നുള്ളതാണ്. അപ്പോൾ കേൾവി ഇല്ലാത്തവരായിട്ട്, ഇവർ കേട്ടതേ ഇല്ലാത്തതായി കണ്ണടച്ചിരുന്ന് വേദം ചൊല്ലുകയാണ്. അപ്പോൾ ഇവർ പറയണതൊന്നും കേട്ടില്ല എന്നുള്ള നാട്യത്തിൽ അവരിരുന്നു എന്നാണ്, ബ്രാഹ്മണരിരുന്നു എന്നാണ്. അപ്പോൾ അവിടെ ആ അശ്രുതിയും, ശ്രുതിസ്ഥിരന്മാർ അശ്രുതിയെ അഭിനയിച്ചു എന്ന് അവിടെ ഒരു വിരോധാഭാസം കൊണ്ടുവന്നിട്ടുണ്ട്. നകിഞ്ചിദൂജുശ്ച, അവരൊന്നും മറുപടി പറയുന്നതും ഉണ്ടായില്ല എന്നാണ്. 2-ാമത്തെ ശ്ലോകം. അനാദരാൽ ഖിന്നധിയോ ഹി ബാലകാ സമായയുക്തമിദം ഹി യജ്വസു ചിരാദഭക്താ ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയിതൈ സമർപ്യതേ. അനാദരം ഹേതുവായിട്ട് അതിനെ ആദരിച്ചില്ല. ഇവർ പറയണതൊന്നും കേട്ടില്ല. ആരെങ്കിലും ഒന്ന് വന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് എന്താ വന്നതെന്ന് ചോദിക്കുകയെങ്കിലും വേണ്ടേ? അതൊന്നും ഉണ്ടായില്ല. എന്നല്ല, ഇവർ ചോദിച്ചു, ഭക്ഷണം ചോദിച്ചു, പക്ഷെ അത് കേട്ടതായിട്ട് നടിച്ചതുമില്ല. നല്ല അനാദരവാണ് കാണിച്ചത് അവർ. ബ്രാഹ്മണരെ കേട്ടില്ല എന്നടിച്ചും കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ കേട്ടില്ല എന്നടിച്ചിരുന്നപ്പോൾ ഞങ്ങൾ കൃഷ്ണൻ്റെ പേരും പറഞ്ഞിട്ടൊക്കെയാണ്. കൃഷ്ണനെ പറഞ്ഞിട്ട് കേൾക്കാത്തവരുണ്ടോ ഇവിടെ? എന്നാലും ആ കൃഷ്ണൻ്റെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചോദിച്ചത്. എന്നാലും ഒരക്ഷരവും മിണ്ടിയില്ല എന്ന് വിചാരിച്ച അവർക്കൊക്കെ വളരെ ഖിന്നധീയഹ, ഖിന്നന്മാരായിട്ട് തീർന്നു ഈ കുട്ടികളൊക്കെ. അനാദരാൽ ഖിന്നധീയഹ ഹി ബാലകാഹ, അങ്ങനെയുള്ളതായിട്ടുള്ള ആ കുട്ടികൾ സമായയുഹു, അവർ തിരിച്ചു വന്നു.
അവർ ഒന്നും കിട്ടാതെ കണ്ട്, ഭക്ഷണമൊന്നും കിട്ടാതെ കണ്ട് തിരിച്ചു വന്നു. സമായയുഹു, ഒന്നിച്ച് എല്ലാവരും കൂടി തിരിച്ചു വന്നു. യുക്തമിതം ഹി യജ്ജുസു, കവി പറയാണ്, ഇതം യജ്ജുസു യുക്തം, ഇത് ആ യാഗം ചെയ്യുന്നതായിട്ടുള്ള ആ ബ്രാഹ്മണർക്ക് ഇത് യുക്തം തന്നെയാണ്, അവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നത് ഇതൊക്കെ തന്നെയാണ് എന്ന് പറയാണ്. ആ യാഗം ചെയ്യുന്നതായിട്ടുള്ള ആ ജഡ്ജ്വന്മാരിൽ ആ യാഗം ചെയ്യുന്ന ബ്രാഹ്മണർക്ക് ഇത് യുക്തം തന്നെയാണ്. യുക്തം ഇത് യുക്തം തന്നെയാണ് എന്ന് പറയാണ്. എന്താ കാരണം? ചിരാത് അഭക്താഹ, വളരെ കാലമായിട്ട് ഭക്തിയില്ലാത്തതായിട്ടുള്ള അവര് ചിരാത് ഭക്താഹ, വളരെ കാലമായിട്ട് ഭക്തിയില്ലാത്തവരാണ്, അഭക്തന്മാരാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ആ മഹീസുരന്മാർ, ആ ബ്രാഹ്മണര്, തൈഹി, ആ ബ്രാഹ്മണന്മാർ വളരെ കാലമായിട്ട് അഭക്തന്മാരാണ്. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള അവരാൽ ഭക്തം കഥം സമർപ്യതേ, ഭക്തം എങ്ങനെ അവർ നൽകും? അങ്ങനെ അങ്ങയ്ക്ക് എങ്ങനെയാണ് അവർ ഭക്തം നൽകുക? ഭക്തം എന്ന് വെച്ചാൽ അവിടെ ചോറ് എന്നർത്ഥം, മറ്റത് അഭക്താഹ, ഭക്തിയില്ലാത്തവർ എന്ന്. ഇവിടെ ഭക്തം സമർപ്യതേ എന്നുള്ളവർക്ക് ചോറ് നൽകപ്പെടും. കഥം സമർപ്യതേ, എങ്ങനെയാണ് അവർ ചോറ് നൽകുക? ഭക്തം ഉണ്ടെങ്കിലല്ലേ ഭക്തം നൽകാൻ പറ്റുള്ളൂ. അവർ ഭക്തന്മാരല്ല, അഭക്തന്മാരാണ്, ഭക്തം ഇല്ലാത്തവരാണ് എന്ന് വിരോധാഭാസം എടുക്കുകയാണ്. അവിടെയും വിരോധാഭാസം എന്നുള്ളതായിട്ടുള്ള അലങ്കാരം കൊണ്ടുവരികയാണ്. അഭക്തന്മാരെങ്ങനെ ഭക്തത്തെ നൽകും എന്നാണ്. ഭക്തം അപ്പോൾ അവിടെ ഭക്തന്മാർ എന്നുള്ളതിനെ ഭക്തം ഇല്ലാത്തവർ എന്നർത്ഥം എടുക്കാം, അല്ലെങ്കിൽ ഭക്തി ഇല്ലാത്തവർ എന്നുള്ള അർത്ഥമാണ് അവിടെ ശരിയായിട്ട് വരിക. അപ്പം അങ്ങനെ ആ അർത്ഥം ശരിയായിട്ട് കിട്ടുമ്പോൾ അവിടെ വിരോധം ഇല്ലാണ്ടാവും. അതല്ലെങ്കിൽ വിരോധം ഉണ്ടെന്ന് തോന്നിക്കും. അതാണ് ഈ വിരോധാഭാസം എന്നുള്ളതായിട്ടുള്ള അലങ്കാരം. അഭക്തന്മാരായിട്ടുള്ള അവർ എങ്ങനെ ഭക്തത്തെ സമർപ്പിക്കും അങ്ങയ്ക്ക്? അങ്ങയോട് അങ്ങയിൽ അഭക്തന്മാരായിട്ടുള്ള, ഭഗവാനിൽ ഭക്തിയില്ലാത്തതായിട്ടുള്ള അവർക്ക് ഭക്തം എങ്ങനെ നൽകാനായിട്ട് സാധിക്കും? അവരെങ്ങനെയാണ് അങ്ങയ്ക്ക് ചോറ് നൽകുക എന്ന് കവി പറയുകയാണ്. 2 ശ്ലോകം ഒന്നും കൂടി ചെല്ലാം. ഗതേഷ്വധോതേഷ്വഭിധായ തേഭിധം കുമാരകേഷ്വോദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിരാ അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദൂജുശ്ച മഹീസുരോത്തമാഃ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. കുമാരകന്മാരൊരുമിച്ച് പോയുടൻ നിരന്നു നിൻ നാമവുമോതി ഭക്ഷണം. ശ്രുതങ്ങളെ കേട്ടു പഠിച്ച പണ്ഡിതർ ശപിച്ചതിലൊന്നുര ചെയ്തുമില്ല പോൽ. അനാദരഖിന്നധിയോ ഹി ബാലകാ സമായയുർയുക്തമിദം ഹി യജ്ജുസു ചിരാദ ഭക്താ ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയി തൈഃ സമർപ്യതേ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അവജ്ഞയാൽ സങ്കടമോടെ കുട്ടികൾ പറഞ്ഞിതീ വൃത്തി ഇവർക്കു ചേർന്നിടും. അഭക്തരി കൂട്ടരു ഭക്തമെങ്ങിനെ തരുന്നിതങ്ങേക്കതു യുക്തമല്ലതാൻ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.